ഹലോ, നമസ്കാരം. നമുക്ക് കേടായ, അതായത് പാഴായ പ്ലാസ്റ്റിക് ബോട്ടിലോ ഹോർലിക്സിൻ്റെ ബോട്ടിലോ അങ്ങനെ ഏതെങ്കിലും ബോട്ടിൽ ഉപയോഗിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് അതുപയോഗിച്ച് മണി പ്ലാന്റായിട്ട് മനോഹരമായിട്ടുള്ളൊരു ബോൾ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. ആദ്യം ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മൂട്ടിലൊരു ഹോളിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 മീറ്ററോളം വരുന്ന ഒരു കമ്പി, ഏത് കമ്പിയായാലും മതി, നമുക്ക് വേസ്റ്റായ കമ്പിയോ ഏതായാലും മതി, അത് ആ ഹോളിൽ കൂടി കയറ്റി കൊടുത്തതിന് ശേഷം അത് കുപ്പിയിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി മൂടൊന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ നിലത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. മണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് അല്ല എടുത്തിരിക്കുന്നത്. കുറച്ച് നീളമുള്ള വള്ളിയാണ്, അതായത് നല്ല നീളത്തിന് കുറച്ച് 4-5 വള്ളി എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് കുത്തി കൊടുക്കണം. അപ്പോൾ ഇത് എനിക്കെന്ന് പറയുന്നത് തണലിൽ നിന്നതാണ് കേട്ടോ, അതുകൊണ്ട് അതിൽ ലീഫ് കുറവാണെന്ന് മാത്രമല്ല, ലീഫ് ഒരുപാടങ്ങ് വലുതായി. അപ്പോൾ അതിൻ്റെ ലീഫ് നോഡ് ഒത്തിരി അകന്നകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ലീഫ് നോഡ് കുറച്ച് അടുത്തടുത്തുള്ളതാണ്, വെയിലത്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഓരോന്നായിട്ട് അതിൻ്റെ സൈഡിൽ അങ്ങനെ കുത്തി കൊടുക്കണം, ഓരോന്നോരോന്ന് നട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നോരോന്ന് നട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ ബാക്കിയിരിക്കുന്ന കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്കിട്ട് ഞെക്കി അതൊന്നുകൂടെ ഉറപ്പിച്ചു കൊടുക്കണം. കുറച്ച് കൂടുതൽ ലീഫുകളുള്ള വള്ളിയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ബാക്കി മണ്ണ് കൂടി ഇട്ട് അത് ഉറപ്പിച്ചതിന് ശേഷം ആ വള്ളികളിങ്ങനെ ചുറ്റും പിടിച്ച് വെച്ചതിന് ശേഷം കുപ്പിയുടെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കാണിക്കാം. ഇങ്ങനെ താഴേക്ക് പിടിച്ച് ആ താഴെ ഒരു കെട്ട് കമ്പിയോ വള്ളിയോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അത് കുപ്പിയിൽ നിന്ന് വിട്ടുപോയാലും കുഴപ്പമില്ല, കെട്ടിയതിന് ശേഷം കുപ്പി തിരിച്ച് പിടിച്ച് അതിലോട്ട് വച്ചാൽ മതി. കെട്ടിയതിന് ശേഷം അതിൻ്റെ നീളത്തിന് കിടക്കുന്ന വള്ളികളില്ലേ, അത് തിരിച്ച് മുകളിലേക്ക് പിടിച്ച് കൊണ്ടുപോകണം. ഓരോ വള്ളികളായിട്ട് ചുറ്റും മുകളിലേക്ക് പിടിച്ച് കൊണ്ടുപോയതിന് ശേഷം അത് അവിടെയും ഒരു വള്ളിയോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അവിടെയും ഒന്ന് ഉറപ്പിച്ച് നിർത്തണം ചുറ്റും. ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കരുത്, വള്ളി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വള്ളി പൊട്ടാതെ നൈസായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ വെള്ള കളർ വള്ളി ആയതുകൊണ്ടാണ് കുറച്ച് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടി ഡാർക്ക് കളറാണെങ്കിൽ പെട്ടെന്ന് അറിയത്തില്ല. കെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും അതിൽ വള്ളികൾ ചുറ്റും താഴേക്ക് കിടപ്പുണ്ടാവുമല്ലോ, ആ വള്ളികൾ പിടിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ഈ കുപ്പിയുടെ സൈഡിൽ ചുറ്റും ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. എല്ലാ വള്ളികളും അങ്ങനെ കറക്കി ചുറ്റി എടുക്കണം. അപ്പോൾ ചുറ്റുമ്പോൾ അതിൽ പിടുത്തമില്ല, വിട്ടു പോകുമെന്ന് തോന്നുന്ന ഭാഗം നമ്മൾ വള്ളി ഉപയോഗിച്ച് ചെറുതായിട്ട് അവിടെ മാത്രം ഒന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി. അങ്ങനെ ചുറ്റും ചുറ്റി കൊടുത്ത് അവസാനം നമുക്കിതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു മണി പ്ലാന്റിൻ്റെ ബോൾ തന്നെ കിട്ടും. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.